ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായത് ആ ദിവസങ്ങളിൽ രാഹുലിന്റെ വരവ് ഇതൊക്കെയായിരുന്നു. ആ വിഷയം തീരെ ക്ലച്ച് പിടിച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ. വാർത്തയായത് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല. അതാ ഞാൻ പറഞ്ഞു, വാർത്തയായത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ. ആ വിഷയത്തിൽ പോലും കോൺഗ്രസ് ധീരമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ലേ? കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ കഴിയാത്ത തരത്തിൽ കോൺഗ്രസ് ആ വിഷയത്തിൽ സ്റ്റാൻഡ് എടുത്തിട്ടില്ല, നിലപാടെടുത്തിട്ടില്ല. അപ്പം ജനങ്ങൾ അതെല്ലാം പരിശോധിച്ചിട്ട് തന്നെയാണ് ജനങ്ങൾ അവരുടെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നത്. ഒന്ന്, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഷോക്കായിരിക്കും. അവർ വിചാരിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഹാൻഡിലിങ്ങിൽ എം എം മണിയുടെയൊക്കെ വാക്കെടുത്താൽ വാങ്ങി ചാപ്പാടടിക്കാൻ കൊടുത്തു എന്നുള്ളൊരു വിശ്വാസത്തിൽ അതോടുകൂടി ജനങ്ങൾ മുഴുവൻ തിരിഞ്ഞൊന്ന് കുത്തിക്കോളും എന്നൊക്കെയുള്ളൊരു ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയ ഭരണ നേതൃത്വവും സർക്കാരുമാണ്. ഇനി ഒരു കാര്യം, CPM പ്രവർത്തകരോടും സാധാരണ പ്രവർത്തകരോട് ഈ സർക്കാരിൻ്റെ ചെയ്തികളെ ബാലറ്റിലൂടെ ചോദ്യം ചെയ്ത സാധാരണ പ്രവർത്തകർ വടകര പ്രദേശത്തൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈ കാൽനൂറ്റാണ്ട് കാലത്തെ ചരിത്രം ഒറ്റയടിക്ക് ഇത്രയും പഞ്ചായത്തുകൾ തിരിഞ്ഞു വരണമെങ്കിൽ അതിൽ കുറച്ചൊക്കെ അവരുടെ വോട്ടുണ്ടാവും. അത് കാണാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ആ സർക്കാരിൻ്റെ ചെയ്തികളെ ബാലറ്റിലൂടെ ചോദ്യം ചെയ്ത അവർക്ക് ചിലപ്പോൾ അവരുടെ പാർട്ടിയോട് സ്നേഹം ഉണ്ടാവും. പക്ഷെ ഭരണത്തിലിരിക്കുന്നവർക്ക് സർക്കാരിനോട് മാത്രമാണ് സ്നേഹം എന്ന് മനസ്സിലായപ്പോൾ, അധികാരത്തോട് മാത്രമാണ് സ്നേഹം എന്ന് മനസ്സിലായപ്പോൾ അതിനെ തിരുത്താനിറങ്ങിയ ചില CPM പ്രവർത്തകരൊക്കെ ഉണ്ടാവും, അനുഭാവികളൊക്കെ ഉണ്ടാവും. അവരുടെ കാര്യം മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല വടകര റീജിയണിലൊക്കെ.